ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JDC കോഴ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന് എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ഈ കോഴ്സ് പഠിക്കണം. അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ഇപ്പൊ വരുന്നുണ്ട് കോപ്പറേറ്റീവ് സെക്ടറിൽ. അപ്പോൾ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് JDCയുടെ ആണ്, HDCയുടെ അല്ല JDCയുടെ. അപ്പൊ അതിന്റെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും എല്ലാവർക്കും പൊതുവെ ആപ്ലിക്കേഷനിലും എല്ലാത്തിലും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മാഡത്തിന്റെ അടുത്ത് ആള് ഫുള്ള് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട് കോഴ്സിനെ പറ്റിയും അതിന്റെ ഡ്യൂറേഷൻ എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഏതൊരു അറിയാം, സഹകരണ സംഘങ്ങളിലും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിലും നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോ JDC അല്ലെങ്കിൽ HDC ഇല്ലാത്ത ഒരാൾക്ക് പറ്റില്ല. കാരണം PSC വഴിയാണ് നിയമനങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. ആദ്യം സഹകരണ സംഘങ്ങൾ നേരിട്ട് ഒരു എക്സാം വെച്ചിരുന്നു. അപ്പൊ അത് പാസ്സായി കഴിഞ്ഞാൽ അത്തരം സ്ഥാപനങ്ങളിൽ സ്ഥിര ജോലി കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പൊ അത് PSC ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാലും അതിന്റെ യോഗ്യത, അടിസ്ഥാന യോഗ്യത, ക്ലറിക്കൽ പോസ്റ്റുകൾ തുടങ്ങിയിട്ട് മേലേക്കുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും, ക്ലറിക്കൽ തസ്തിക തുടങ്ങി മുകളിലേക്കുള്ള എല്ലാ ജോലികൾക്കും ഈ രണ്ട് ഡിപ്ലോമകളിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമാണ്. അപ്പൊ ക്ലറിക്കൽ പോസ്റ്റിന് ഏറ്റവും വേണ്ടത് JDC ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ്, അപ്പൊ നമുക്ക് 14 ജില്ലകളിലായിട്ട് ഒരു 20ഓളം സഹകരണ കേന്ദ്രങ്ങളുണ്ട് നമുക്കിത് പരിശീലനം നൽകുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ, അതിന്റെ ഡീറ്റെയിൽസും കോഴ്സിനെ പറ്റിയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ JDC കോഴ്സ് അല്ലെങ്കിൽ HDC കോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 10 മാസത്തെ കോഴ്സാണ്. ജൂൺ 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ച് 31 വരെയാണ്. ആ ഒരു അധ്യയന വർഷമാണ് ഇതിന്റെ ഒരു 10 മാസമാണ് കാലാവധി. അതിൽ തന്നെ 30 ദിവസത്തോളം, അതായത് 15 ദിവസം വീതം പരിശീലനം നൽകുന്നുണ്ട്, 2 ഘട്ടമായിട്ട്. അപ്പൊ 15 ദിവസത്തോളം ആദ്യത്തെ ഘട്ടത്തിൽ പരിശീലനം നൽകും, പിന്നെ വീണ്ടും ഒരു 15 ദിവസത്തോളം പരിശീലനം നൽകും. അങ്ങനെ ടോട്ടല് 30 ദിവസത്തെ പരിശീലനം ഈ കോഴ്സിനുണ്ട്. ബാക്കിയൊക്കെ ക്ലാസ്സുകളായിരിക്കും. അങ്ങനെ 10 മാസത്തെ കോഴ്സാണ് ഇത് വരുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാന മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് D+ മാർക്കോട് കൂടിയെങ്കിലും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം, ഗ്രേഡ് D+ എന്ന് പറയുന്ന പഴയ ആളുകൾക്ക് അതെങ്ങനെയാ പരിഗണിക്കാന്ന്. അപ്പൊ നമ്മൾ പഴയ സ്കീമിലുള്ള, അതായത് മാർക്ക് അടിസ്ഥാനം, നമുക്ക് അറിയാലോ, ഒരു 10-20 കൊല്ലം മുൻപൊക്കെ അല്ലെങ്കിൽ 15 കൊല്ലം മുൻപൊക്കെ മാർക്ക് ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ ആ കുട്ടികൾ എങ്ങനെ ഇതിലേക്ക് സെലക്ട് ആവും എന്ന് പറഞ്ഞാൽ അവരുടെ ആ മാർക്കിനെ ഗ്രേഡിലേക്ക് കണക്കാക്കിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം കറക്റ്റ് ആവും. അതിന് വേണ്ടിയിട്ട് ആ മാർക്കിനെ ഗ്രേഡിംഗിലേക്ക് ആക്കിയിട്ട് റാങ്ക് ലിസ്റ്റ് പരിഗണിച്ചിട്ടാണ് മാർക്ക് അടിസ്ഥാനത്തിലുള്ള യോഗ്യത നിർണ്ണയിക്കുന്നത്. പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 16 to 40 ആണ്. അത് ജനറൽ കാറ്റഗറിക്കാണ്. SC/ST-കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും 45, അതുപോലെ തന്നെ 43 എന്നിങ്ങനെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് നൽകിയിട്ടുണ്ട്. SC/ST-കാർക്ക് 45 വയസ്സും പിന്നോക്ക വിഭാഗക്കാർക്ക് 43 വയസ്സ് വരെയും അപേക്ഷിക്കാം. നമുക്ക് ഈ മാർച്ച് 30-ന് 16 വയസ്സെങ്കിലും മിനിമം ആയിരിക്കണം. അതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 11 സഹകരണ പരിശീലന കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ സഹകരണ കോളേജുകളുണ്ട്. അപ്പൊ ഇതിലേക്കൊക്കെ നമ്മൾ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു കുട്ടി അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ താലൂക്ക് അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ട് ആദ്യം പരിഗണിക്കുന്നത്. അപ്പൊ അത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ പല ജില്ലകളിലും നമുക്ക് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതില് നമുക്ക് ജില്ലകൾ സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ കോളേജുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോളേജുകളെ സെലക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ജില്ലയിലാണോ അല്ലെങ്കിൽ ഏത് താലൂക്കിലാണോ സ്ഥിതി ചെയ്യുന്നത് അതിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പരിശീലന കേന്ദ്രം അല്ലെങ്കിൽ കോളേജ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം താലൂക്ക് അടിസ്ഥാനത്തിലുള്ളവർക്ക് മുൻഗണന നൽകിയിട്ടാണ് എടുക്കുക. അപ്പൊ ഇപ്പൊ നമ്മൾ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു കുട്ടി എറണാകുളം വെച്ചാൽ നമുക്ക് ആ ലിസ്റ്റിൽ നിന്ന് തള്ളി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ ജില്ലാടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും നിയറസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഒരു കോളേജ് അല്ലെങ്കിൽ പരിശീലന കേന്ദ്രം വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമ്മൾ ആ ലിസ്റ്റിലേക്ക് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ കയറി കൂടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മിനിമം മാർക്ക് D+ ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ തന്നെ ഇപ്പൊ നമുക്ക് +2 യോഗ്യത ഉള്ളവർ, JDCയുടെ മിനിമം യോഗ്യതയാണ് 10th പാസ് വരുന്നത്. അപ്പൊ അതിൽ തന്നെ എല്ലാവർക്കും 10ാം ക്ലാസ് ഒന്നല്ല ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമുക്ക് യോഗ്യതയുള്ളത്. എല്ലാവരും ഡിഗ്രിയും PG ഒക്കെ ഉള്ളവരാ. അപ്പോൾ +2 അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്കൊക്കെ 1-2 ക്രമത്തിൽ ബോണസ് മാർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ആ ലിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റിന് മുന്നിലോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് നമുക്ക് ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോ 10ാം ക്ലാസ് ചിലപ്പോ ഒരു ചാൻസ് കൊണ്ട് പാസ്സായ കുട്ടികൾ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ 1-2 ചാൻസ് കൊണ്ട് പാസ്സായവരും ഉണ്ടാവാം. അപ്പൊ അവർക്ക് അത് ഒരു നെഗറ്റീവ് മാർക്കാണ്. കാരണം അവരുടെ അത് ബോണസ് മാർക്ക് കുറയുക ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ഈ ഒരു കോഴ്സിലേക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ചെയ്യാമെന്ന് പറയുന്നത്. അതിന്റെ സമയം നമ്മൾ എടുത്തു പറഞ്ഞു, മാർച്ച് 30 5 മണി വരെയാണ് നമുക്ക് അതിന്റെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ഫീസ് വരുന്നത് 175 രൂപയാണ്. ജനറൽ കാറ്റഗറിക്ക് 175 രൂപയും അതുപോലെ തന്നെ SC/ST സംവരണ വിഭാഗങ്ങൾക്ക് 85 രൂപയാണ് അതിന്റെ
ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കോഴ്സിലേക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളിൽ ജോലി ചെയ്യുന്നവര്. അതായത് നമുക്കറിയാം സഹകരണ ബാങ്കുകൾ മാത്രമല്ല ഫിഷറീസ്, അതുപോലെ തന്നെ കയർ, ഈ വക ഇതിലൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ സഹകരണ സംഘങ്ങളുണ്ട്. അപ്പൊ ഇത്തരം ജീവനക്കാർക്കാണ് ഇവർ ആദ്യ പരിഗണന കൊടുക്കുന്നത്. അപ്പൊ ഒരു 50% സീറ്റ് ഇത്തരത്തിൽ സഹകരണ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവർക്ക് അവിടുന്ന് ലീവ് എടുത്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ 50% അവരെ എടുത്തിട്ടാണ് ബാക്കി 50% ജനറൽ സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നത്. അതിൽ തന്നെ ജനറൽ വിഭാഗം, പിന്നെ SC/ST വിഭാഗം, പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്ക വിഭാഗം എന്നിങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് സീറ്റ് സംവരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും സഹകരണ വകുപ്പിൽ ജോലി ചെയ്തിട്ട് സ്ഥിര നിയമനം അല്ലാത്തവർക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ്. കാരണം 1 ഇയർ കൊണ്ട് നമുക്ക് ഈ കോഴ്സ് വിത്ത് പ്രാക്ടീസോട് കൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവർക്കതൊരു പിന്നീടുള്ള ജോലിക്ക് ഒരു സ്ഥിരമായിട്ട് ഒരു അടിസ്ഥാന യോഗ്യത നൽകുന്ന ഒരു കോഴ്സും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും, അതായത് മിനിമം യോഗ്യത 10ാം ക്ലാസ് ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സഹകരണ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്നവരുടെ ഫീസ് 350 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. അത് എടുത്ത് പറയണം. ജനറൽ വിഭാഗത്തിന് 175, SC/STക്ക് 85 ആണെങ്കിൽ സഹകരണ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്നവരുടെ അപ്ലിക്കേഷൻ ഫീസ് 350 രൂപയാണ്. പിന്നെ ഈ കോഴ്സിന്റെ ടോട്ടൽ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 9500 രൂപയാണ്. അത്രയാണ് ടോട്ടൽ ട്യൂഷൻ ഫീസ് ഒരു വർഷത്തേക്ക് വരുന്നുള്ളൂ. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ്, മറ്റ് പരീക്ഷാ ഫീസ് ആ ഇനത്തിലൊക്കെ കൂടിയിട്ട് ഒരു 25 അത്രയാണ് ടോട്ടൽ കോസ്റ്റ് ഈ ഒരു കോഴ്സിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അപ്ലിക്കേഷൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും മാർച്ച് 30 മുൻപായിട്ട് തന്നെ അപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക.